കുട്ടികളെ വാശി പിടിച്ച് കരയുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വന്ന് സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? നമുക്കൊരു ചെറിയ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. 5 വയസ്സുള്ള ഒരു കുട്ടി അവൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് ടി വി ഓഫ് ചെയ്തു. കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൻ്റെ കയ്യിലിരുന്ന റിമോട്ട് ഒറ്റയേറ്. എന്നിട്ട് അമ്മയെ അടിക്കാൻ ചെന്നു. സാധാരണ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ തിരിച്ച് രണ്ടടി കൊടുക്കും, അല്ലെങ്കിൽ നിർത്തടാ നിന്റെ കരച്ചില്, ഇനി ടി വി കാണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടും, അല്ലേ? ഇവിടെയാണ് സൈക്കോളജിയിലെ ഇമോഷൻ കോച്ചിങ് എന്ന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനം വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിയുടെ എല്ലാ വികാരങ്ങളെയും അല്ലെങ്കിൽ ഇമോഷൻസിനെയും നമ്മൾ അംഗീകരിക്കണം എന്നല്ല, പക്ഷേ എല്ലാ ബിഹേവിയേഴ്സ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ടി വി ഓഫ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് സങ്കടവും ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ആ വികാരം തെറ്റല്ല. ആ വികാരങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ റിമോട്ട് വലിച്ചെറിയുന്നതും അമ്മയെ അടിക്കുന്നതും തെറ്റായ ഒരു പ്രവൃത്തിയാണ്. അതിനെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കണം. ആ സമയത്ത് നമ്മൾ കുട്ടിയോട് പറയേണ്ടത് ഇത്ര മാത്രമാണ്: ടി വി ഓഫ് ചെയ്യുമ്പോൾ മോന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. നിനക്ക് ദേഷ്യപ്പെടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദേഷ്യം വന്നാലും ആരെയും അടിക്കാനോ സാധനങ്ങൾ വലിച്ചെറിയാനോ ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു ഡയലോഗിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ അവരുടെ വികാരത്തെ അംഗീകരിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലെ സ്ട്രെസ് പെട്ടെന്ന് കുറയും. എൻ്റെ സങ്കടം എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു സുരക്ഷിതത്വം അവർക്കുണ്ടാകും. അത് അവരെ ശാന്തരാക്കും. അതേസമയം എനിക്ക് ദേഷ്യം വരാം, പക്ഷേ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, എൻ്റെ ചുറ്റുമുള്ള സാധനങ്ങൾ ഞാൻ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളൊരു പാഠം അവർക്ക് പഠിക്കുകയും ചെയ്യാം. മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടി വി ഓഫ് ചെയ്യുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് പറയാം, ഇനി ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ, 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ടി വി ഓഫ് ചെയ്യും. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ കുട്ടികളോട് കരയരുത്, ദേഷ്യപ്പെടരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വികാരങ്ങളെ അടിച്ചമർത്താനാണ് പലപ്പോഴും നോക്കാറ്. വികാരങ്ങളെ അങ്ങനെ പൂട്ടി വെക്കുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ വാശിക്കാരാകുന്നത്. അത് ഭാവിയിൽ വലിയ ദേഷ്യമായിട്ട് ഇങ്ങനെ പുറത്തു വരും. എന്നാൽ വികാരങ്ങളെ മനസ്സിലാക്കുകയും തെറ്റായ പ്രവൃത്തികൾക്ക് സ്നേഹത്തോടെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് വെക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ തലച്ചോറിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റെഗുലേഷൻ അവർ പഠിക്കുകയാണ്. അവർ മനസ്സിലാക്കും, എൻ്റെ വികാരങ്ങളൊന്നും തെറ്റല്ല, പക്ഷെ ഞാനത് പ്രകടിപ്പിക്കുന്ന രീതി എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാനത് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ പതിയെ പഠിച്ചു തുടങ്ങും.